ബോച്ചേട്ടി വാങ്ങി. ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ ഇന്നലെ 10 ലക്ഷം രൂപ അടിച്ച ഭാഗ്യവതിയാണ് ശ്രീലക്ഷ്മി നമ്മുടെ കൂടെ. മേഡം സുഖാണോ? എവിടെയാ വീട്? ചെട്ടിക്കുളങ്ങര. ഓ എന്റെ ഒരു ഓർമ്മ. ആ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ചുറ്റിക്കറങ്ങി ശ്രീദേവി നടക്കുമ്പോ അടിച്ചു 10 ലക്ഷം മോളെ. തമാശക്കാണ് കേട്ടോ. മാവേലിക്കരയാണോ? ഞാനേ അത്രയും ദൂരമായതുകൊണ്ട് ഞാനിപ്പോ കോഴിക്കോടാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ വന്നിട്ട് നേരിട്ടിട്ട് ആദ്യത്തെ ആയതുകൊണ്ട് നേരിട്ടിട്ട് 10 ലക്ഷം രൂപ നേരിട്ട് തരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ അത് എടുത്തേ? ബോച്ചേട്ടി ഓൺലൈനിലാണോ അതോ മറ്റേ ഫിജിക്കാർട്ട് ഓൺലൈനിലൂടെയാണോ എടുത്തേ? രണ്ട് ഇതിലാണ്. ഫിജിക്കാർട്ടിലൂടെയാണ്. എന്താ ചെയ്യണേ മേഡം? വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റിട്ടയർഡ് ആണോ? ശരി. 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 മോള് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ ഈ 10 ലക്ഷം രൂപ അടിച്ചപ്പോ ഇന്നലെ രാത്രി ഉറക്കം നന്നായോ അതോ ഉള്ള ഉറക്കം പോയോ? ഉറങ്ങിയോ? സത്യമായിട്ട് എന്താ ഉറങ്ങിയോ? ഉറക്കം പോയോ? അയ്യോ സോറി. ഞാൻ എന്താന്നറിയാം, ഇന്നലെ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ പോയപ്പോ മാത്രമല്ല, ഇന്നലെ ഈ ചലഞ്ചായിരുന്നു, നമ്മുടെ ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് ആയിരുന്നു. അപ്പൊ ഞാൻ തന്നെ ചായപ്പൊടി വിൽക്കണം എന്ന് ഒരു ഡിമാൻഡ് വന്നപ്പോ കുറെ പേർക്ക് ഞാൻ അങ്ങ് നിന്ന് വിൽക്കായിരുന്നു അവിടെ. പിന്നെ ഫുട്ബോൾ ഉദ്ഘാടനം ഒക്കെ കൂടിയായിരുന്നു. അത് കാരണം ഇന്നലത്തെ ചായപ്പൊടി വിറ്റ് കിട്ടിയ ഫണ്ടൊക്കെ നമ്മള് അബ്ദുൾ റഹീം വരുമ്പോ, ജയിലിൽ നിന്ന് മോചിതനായിട്ട് വരുമ്പോ, ഇവിടെ അദ്ദേഹത്തിന് ഒരു ചായപ്പൊടി ഹോൾസെയിൽ കടയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാ. കാരണം ഇനിയിപ്പോ ഇവിടെ വന്ന് വീണ്ടും ഓട്ടോറിക്ഷ ഓടിക്കാന്ന് പറഞ്ഞ എളുപ്പമല്ലല്ലോ. കുറെ വർഷം ജയിലിലൊക്കെ കിടന്നതല്ലേ. അപ്പൊ താങ്ക് യു മാഡം. ഇന്നലെ ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിൽ പങ്കെടുത്ത് ആ ബോച്ചേട്ടി വാങ്ങിയതിന് നന്ദി. അതിന്റെ ദൈവം നന്ദി തന്നതാണ്. അതിന്റെ ആ നല്ല മനസ്സിനാണ് ദൈവം 10 ലക്ഷം രൂപ സഹോദരിപ്പിക്ക് ഇന്നലെ അടുപ്പിച്ചത്. അതുപോലെ ഇന്നലെ ഒരുപാട് പേർക്ക് 14,000-14,000 പേർക്ക് ഇന്നലെ പ്രൈസ് അടിച്ചിട്ടുണ്ട്. 25,000, 10,000, 15,000 അങ്ങനെയായിട്ട് ഒരുപാട് പേർക്ക് അടിച്ചിട്ടുണ്ട്. എന്തായാലും ചായ എങ്ങനെയുണ്ട്? ചായ കുടിച്ചോ? എങ്ങനെയാണ്? നല്ലതാണോ? ആത്മാർത്ഥമായിട്ട് പറ, ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം അറിയണം. കടുപ്പുണ്ടോ? കൂട്ടണോ കുറയ്ക്കണോ? ആണല്ലേ? ആദ്യമായിട്ട് ഇറക്കിയതുകൊണ്ടേ അഭിപ്രായങ്ങൾ അറിയണം. കടുപ്പുണ്ടോ രുചിയുണ്ടോ എന്നൊക്കെ. എന്നെ ഇഷ്ടാണോ? എന്നെ ഇഷ്ടമാണോന്ന്? ഇഷ്ടമാണ്. എന്നെയാണോ കൂടുതൽ ഇഷ്ടം? ബോച്ചെ ചായയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഒരുപാട് ഒരേ ചായയാണ് എന്നല്ലേ? രണ്ടും ഇഷ്ടം ഒരേ ചായയാണെന്ന്. എന്റെ ചായക്കാണ് ചായയുടെ. ഓക്കെ. പിന്നെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു സംഖ്യ ഇങ്ങനെ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഭാഗ്യം. ആദ്യമാണോ? ആദ്യമായിട്ടാണ് അല്ലേ? അപ്പൊ ഇനിയും ചായപ്പൊടി വാങ്ങും ബോച്ചേട്ടി അല്ലേ? ചായ കുടിക്കാനാണോ അതോ വീണ്ടും കോടീശ്വരി അടുത്ത 25 കോടി ബമ്പർ അടിക്കാനാണോ? അപ്പൊ 25 കോടി കിട്ടിയാ വാങ്ങില്ലയോ? ബോച്ചേട്ടി വാങ്ങുമ്പോ 25 കോടി കിട്ടിയാ വാങ്ങില്ലേ?
ഭാഗ്യവതിയാണ്. അപ്പൊ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും ചായപ്പൊടി വാങ്ങൂ, എല്ലാ ദിവസവും 10 ലക്ഷം അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഈ പൈസ എന്താ ചെയ്യണേ? 10 ലക്ഷം എന്ത് ചെയ്യാൻ, എങ്ങനെ ചെലവാക്കും? കടങ്ങളുണ്ടോ? ഓ ശരി. അപ്പൊ അതൊക്കെ വീട്ടും, ബാക്കി കുറച്ച് അടിച്ചു പൊളിക്കോ? ഉണ്ട് അല്ലേ? ആ ഹലോ. ഓ ഇത് കൊച്ചുമോനല്ലല്ലോ, വലിയ മോനാണല്ലോ കണ്ടിട്ട്. എന്ത് ചെയ്യുന്ന? ഓ അത് ശരി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനിയിപ്പോ കൊച്ചുമോനും പോച്ചേട്ടി വാങ്ങുമല്ലോ അല്ലേ? ഇത് നിങ്ങൾക്ക് ഫിജി കാർട്ടിലൂടെ കിട്ടും, fijicart.com ഓൺലൈനായിട്ട്. പിന്നെ bochetti.com കിട്ടും. പിന്നെ നമ്മുടെ ജ്വല്ലറി സ്ഥാപനങ്ങളിലും ഈ ബോച്ചെട്ടി ലഭ്യമാണ്. പിന്നെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആവുമ്പോഴേക്കും 1 ലക്ഷം സൂപ്പർ മാർക്കറ്റിലൂടെ ലഭ്യമാവും. ശരിക്ക് അതിനൊന്നും നേരം കിട്ടിയില്ല. ശരിക്കും അടുത്ത മാസമാണ് ഇതിന്റെ പ്ലാൻ ആയിരുന്നത്. ഈ അബ്ദുറഹിമിന്റെ ഒരു ഫണ്ടിന്റെ ആവശ്യത്തിനാണ് ഇങ്ങനെ ഒരു ചലഞ്ച് വെച്ച് പെട്ടെന്ന് ഓൺലൈൻ മാത്രം ഇപ്പോ സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോ ഓഫ്ലൈൻ അടുത്ത മാസം തൊട്ട് തുടങ്ങും. പിന്നെ ബുദ്ധിമുട്ടുണ്ടായ ചിലവർക്ക് ഓൺലൈനിൽ കയറി വാങ്ങാൻ പരിചയമില്ലാത്തതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും സ്കാൻ ചെയ്യലും QR കോഡ് സ്കാൻ ചെയ്യലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ. പിന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ച് ദിവസത്തേക്ക് അടിച്ച പൈസ വരാൻ ചിലപ്പോൾ 24 മണിക്കൂർ, ചിലപ്പോൾ 48 മണിക്കൂറിലൊക്കെ ആവും കിട്ടുക. അല്ലെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ ടെക്നിക്കൽ പ്രോബ്ലങ്ങൾ, അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പലരും. എങ്കിലും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ നന്നായിട്ട് ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ആപ്പ് വരുന്നുണ്ട്. ഇപ്പൊ വെബ്സൈറ്റിൽ കയറിയിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ചായ കുടിക്കൂ, കോടീശ്വരനാകൂ. അല്ല, കോടീശ്വരിയാണല്ലോ. ഓക്കെ 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 ഓക്കെ. Thank you very much. Conquer the world with love. Love you everybody. You're on board.